ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ വിദുലേ ശ്രീമതേ രാധാനാസ്വാമിനിധി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ വിദുലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരവത്തുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ. രാധാ പരമപൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജിനെ പറ്റി പറയാൻ എനിക്ക് യോഗ്യതയൊന്നും ഇല്ലാത്ത മാത്രം അറിയാനും പാടില്ല എങ്ങനെ പറയണമെന്ന്. മനസ്സിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള കഴിവില്ല എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം ആശീർവാദം എനിക്ക് വേണം. ഗുരു മഹാരാജിൻ്റെയും എല്ലാവരുടെയും പ്രഭുപാദരുടെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. ഭൂദേവി മാതാജി പറഞ്ഞ പോലെ എൻ്റെ മകൻ്റെ കല്യാണത്തിന് 2000-ലാണ് ആദ്യമായിട്ട് ഞാൻ ചൗപ്പാത്തി ടെമ്പിളിൽ പോയതും മഹാരാജിനെ കണ്ടതും. പിന്നെ 2 പ്രാവശ്യം കാർത്തിക യാത്രയിൽ ജഗന്നാഥ്പുരിയിൽ 2 പ്രാവശ്യം പോകാനുള്ള എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മഹാരാജിൻ്റെ ആ നടത്തവും ഇങ്ങനെ വിനയത്തോടുള്ള നടത്തം അതെന്നെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. അതൊരു ക്വാളിറ്റി ഭയങ്കര ഇതാണ് മഹാരാജിൻ്റെ. അത് പിന്നെ ഈ ജേണി ഹോമിൽ ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. മഹാരാജ് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇത് മറ്റുള്ളവരിൽ സഹതാപം അതൊക്കെ ഉള്ളതാണ്. അതിൽ ചെറുതായിരിക്കുമ്പോൾ ഒരു ദിവസം അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരു ക്ലബിൽ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഭക്ഷണം വിളമ്പാനായിട്ട് ഒരു കുട്ടി, ജേണി ഹോമിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഇത് സഹപാഠിയായ ഒരു കുട്ടി വന്നപ്പോൾ മഹാരാജ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥനായി. അവിടെ നിന്ന് അതൊക്കെ ടേബിളൊക്കെ ഇതാക്കിയിട്ടിട്ട് ഓടി കാറിൽ പോയിരുന്നു. അപ്പം അത് കണ്ടിട്ട് മുത്തച്ഛൻ ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ നീ ഇവിടെ വന്നിരിക്കണേന്ന്. അപ്പം കാര്യം പറഞ്ഞപ്പോൾ മുത്തച്ഛൻ സമാധാനിപ്പിച്ച്, സാരമില്ല, നന്നായി, നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവേണ്ടതെന്ന് പറഞ്ഞു. മുത്തച്ഛനാണെങ്കിൽ മതവിശ്വാസിയായിരുന്നു. മുത്തച്ഛനെ അതിലെഴുതി, ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്, മുത്തച്ഛനെ ആണ് ഭയങ്കര ഇഷ്ടമായിരുന്നത് മഹാരാജിന്. അത് മുത്തച്ഛൻ്റെ ഇത് ഫോളോ ചെയ്യുമായിരുന്നെന്ന്. പിന്നെ മഹാരാജിൻ്റെ ലെക്ചർ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അതിൽ മൂലമന്ത്രം എന്ന വിധത്തിൽ തൃണാദപി സുനീചേന എന്നുള്ള ആ ശിക്ഷാട്ടത്തിലെ ഇതും പിന്നെ വിദ്യാവിനയ സമ്പന്നെ എന്നുള്ള ഈ 2ഉം മിക്കവാറും ഉണ്ടാവും. അപ്പം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, കുറച്ച് പേരെങ്കിലും ഈ ഇത് കേട്ടിരിക്കും.